ബഹുമാന്യനായ ശ്രീ അപ്പുക്കുട്ടൻ സി കെ അവറുകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന സമാദരണീയനായ ശ്രീ എം ഗീതാനന്ദൻ അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ പ്രകാശൻ, അഡ്വക്കേറ്റ് സുനിൽ കുഞ്ഞച്ചൻ, ശ്രീ അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് ഹസൻ, ശ്രീ സി വിജയൻ, ശ്രീ ടി ടി വിശ്വംഭരൻ, ശ്രീ എം കെ രതീഷ്, ശ്രീ ശിവദാസ്, ശ്രീ എം കെ പുരുഷൻ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭരണഘടനാ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ എസ്.എൻ. പാർക്കിൽ ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിനുള്ളിൽ ഒരു ഹാളിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അതേ ഗൗരവത്തോടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരില്ല. ഇവിടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ കുറച്ചാളുകൾ കസേരയിലിരിക്കുന്നു, കുറച്ചാളുകൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്നു, മറ്റു ചില ആളുകൾ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ചില ആളുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാതോർക്കുകയും അതേസമയം ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കുറേ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, കുറേ സമുദായ സംഘടനാ പ്രവർത്തകരുണ്ട്. ഞങ്ങളൊക്കെ പുരോഗമനത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ വക്താക്കളാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുള്ള താല്പര്യത്തോടും വ്യഗ്രതയോടും കൂടി പ്രവർത്തിക്കുന്ന ചില മുഖം മൂടി അണിഞ്ഞ ആളുകളുണ്ട്. ഇവരെയൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യകതയുമായി ഇത്തരം സംഭവങ്ങളും സംഘടനകളും ഒക്കെ മുമ്പോട്ട് ചില പരിപാടികളുമായി എത്തിച്ചേരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ വളരെ പരിമിതമായ ചില കാര്യങ്ങൾ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെയും ഡയറക്ടർ ചുമതല വഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് 38 വർഷക്കാലത്ത് സർക്കാർ സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 38 വർഷത്തിനിടയിൽ ആളുകളുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയോ കമ്മീഷനോ ഒക്കെ വാങ്ങിച്ച് പോക്കറ്റ് വീർപ്പിച്ച് പെൻഷൻ പറ്റിയ ശേഷം പുതിയൊരു മേഖല തേടി ഇറങ്ങിയ ഒരാളാണ് എന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നിയേക്കാം. അങ്ങനെയൊന്നും അല്ല. സത്യം സത്യമായി പറയുകയും ആത്മാർത്ഥതയോടുകൂടി തൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യവും ആത്മവിശ്വാസവും ഉണ്ട്. ആ ധൈര്യത്തിലാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നതും. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം വളരെ എനിക്കറിയില്ല, ഞാൻ രാവിലെ മുതൽ യാത്രയിലായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചോ സാർ? അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപനം നടക്കുകയായിരിക്കും. ഞാൻ ബഹുമാനവന്യായ ശ്രീ എം ഗീതാനന്ദനടക്കം പങ്കെടുക്കുന്ന പല യോഗങ്ങളിലും പങ്കെടുത്ത് കേൾവിക്കാരനായിട്ടും അല്ലാതെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യനീതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദിവാസികളുടെയും പട്ടിക വിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ സമരം നടത്തുന്ന ശ്രീ ഗീതാനന്ദൻ കൂടി പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ കാര്യമായ വിശദീകരണങ്ങൾ ഒന്നും മുദ്രാതെ നേരെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ പരമാവധി ഒരു 30 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് കാര്യത്തിലേക്ക് നേരെ കടക്കുകയാണ്. ഇവിടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത്. ഈ ഭരണഘടന നിഷ്പക്ഷമാണോ അല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടക്കാറുണ്ട്, ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഭരണഘടന നിഷ്പക്ഷമല്ല, ഭരണഘടന പക്ഷപാതപരമാണ്. എന്തുകൊണ്ട് പക്ഷപാതപരമായി എന്ന് ചോദിച്ചാൽ, സാമൂഹ്യനീതി യഥാവിധി നിർവഹിക്കപ്പെടുന്നതിന് ചില വിഭാഗങ്ങളോട് പക്ഷം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഡോക്ടർ അംബേദ്കർക്ക് മനസ്സിലായതുകൊണ്ട് ആ ജനവിഭാഗങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു വിവേചനം ഈ ഭരണഘടനയിലുണ്ട്. അത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ അഥവാ സംരക്ഷിത വിവേചനം എന്ന പദത്തിലൂന്നി നിന്നുകൊണ്ടാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. അത് ആരുടെ പക്ഷമാണ് എന്ന് ചോദിച്ചാൽ, അടിച്ചമർത്തപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ ദുർബലതകളോ ഉള്ള ആളുകളുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണഘടനയാണ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയാണ്, പാല സ്വദേശിയാണ്, അതിനടുത്താണ്. കോട്ടയം ജില്ലക്കാരെന്ന് പറഞ്ഞാൽ റബ്ബറുമായി ബന്ധപ്പെട്ടാണ് വർത്തമാനം പറയാറുള്ളത്. 1 ഏക്കർ സ്ഥലത്ത് 100 റബ്ബർ വയ്ക്കുവാൻ തീരുമാനിച്ചാൽ ആ 100 റബ്ബറും വയ്ക്കുമ്പോൾ അതിൽ ആ ഭൂപ്രദേശത്തെ ചില ഭാഗം ഒരുപക്ഷെ കൂടുതൽ വെയിൽ കൊള്ളുന്ന സ്ഥലം, വെയിലേറുള്ള സ്ഥലമായിരിക്കാം, മറ്റു ചില സ്ഥലം പാറയായിരിക്കാം,
ഒരു ചെറിയ പ്രദേശം നല്ല ഫലഭൂഷ്ടമായ ജലാംശമുള്ള മണ്ണുള്ള സ്ഥലമായിരിക്കാം. പക്ഷേ ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തതകൾ ഉള്ളതുകൊണ്ട് എല്ലാ റബ്ബർ മരങ്ങളും കുഴിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ ആ കുഴി നന്നായിരിക്കത്തില്ല. അവിടെ കുറെ പാറയുണ്ടാവും, ചരലുണ്ടാവും. ചില റബ്ബർ തൈകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് രാവിലെ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നവരെ വെയിൽ കൊള്ളും. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുള്ളത് കൊണ്ട് വെയിൽ കൂടുതൽ കൊള്ളുന്ന പ്രദേശത്ത് റബ്ബർ തൈകൾക്കൊക്കെ ഒരു ചെറിയ തണൽ കുത്തിക്കൊടുക്കും. ജലാംശം കുറവുള്ള പാറ കൂടുതലുള്ള സ്ഥലത്ത് റബ്ബർ മരങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ വെള്ളമൊഴിക്കുന്നില്ലെങ്കിലും അവർക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കും. ചില റബ്ബർ തൈകൾക്കൊക്കെ എല്ലാ റബ്ബർ തൈകൾക്കും 100 ഗ്രാമാണ് പൊട്ടാഷല്ലേ വളമിട്ട് കൊടുക്കുന്നതെങ്കിൽ ചിലത് 150 ഇട്ട് കൊടുക്കും. എല്ലാ റബ്ബർ തൈകൾക്കും മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ ആണ് വളം കൊടുക്കുന്നതെങ്കിൽ ചില മരങ്ങൾക്ക് മാസത്തിലൊരിക്കൽ വളം കൊടുക്കും. ഇങ്ങനെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ നിൽക്കുന്ന റബ്ബർ തൈകൾ ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അതിന് കൂടുതൽ വളവും കൂടുതൽ വിത്തും കൂടുതൽ തണലും കൊടുക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നത് ഈ എല്ലാ റബ്ബർ മരങ്ങളും ഒരുപോലെ വളർന്നു വന്ന് വലുതായി ഒന്നിച്ച് റബ്ബർ വെട്ടുവാൻ പാകമാകണം. എല്ലാ റബ്ബർ തൈകളും ഒന്നായി വളരുമ്പോൾ മാത്രമാണ് റബ്ബർ തോട്ടം നന്നാവുന്നത് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ്. ഇതേ പരിരക്ഷ തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ അധസ്ഥിതരായി മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, യാതൊരു അവസരങ്ങളും നൽകാതെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, വിദ്യ അഭ്യസിക്കുവാനോ സ്വത്ത് സമ്പാദിക്കുവാനോ വഴി നടക്കുവാനോ പള്ളിക്കൂടങ്ങളിൽ പോകുവാനോ കഴിയാതെ വന്നിരുന്ന ആളുകൾ, വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഈ ആളുകളെ എല്ലാം ഒരേപോലെ തന്നെ വളർത്തിക്കൊണ്ട് വരണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് നേരത്തെ റബ്ബർ മരങ്ങൾ വളർത്തിയെടുക്കുവാൻ സ്വീകരിച്ച അതേ രീതിയിൽ അവസരങ്ങൾ നിഷേധിച്ച ആളുകൾക്ക്, വിദ്യ അഭ്യസിക്കുവാൻ അവസരം നിഷേധിച്ച ആളുകൾക്ക്, പോഷകാഹാരം നിഷേധിച്ച ആളുകൾക്ക്, ശുദ്ധജലം നിഷേധിച്ച ആളുകൾക്ക് പ്രത്യേക പരിരക്ഷകൾ ഏർപ്പെടുത്തുവാൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരുന്നു. ആ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. സമത്വം ആണ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്ന് കാണുന്നത് കൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പണ്ട് കുതിരവണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന കുതിരവണ്ടിയുണ്ട്, ആ കുതിരവണ്ടിയുടെ കുതിരയുണ്ട്. നാട്ടിൽ പന്തയ കുതിരയുണ്ട്. ഈ 2 കുതിരകളെയും മത്സരിപ്പിക്കുവാനായിട്ട് ഇറക്കി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി ഒലിക്കുന്ന കുതിര ചാടി മെല്ലെ മെല്ലെ ഓടത്തുള്ളൂ. അതിൻ്റെ ശീലവും പരിശീലനവും അങ്ങനെയാണ്. പന്തയ കുതിര റെഡി ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുതിച്ചു പായും. അപ്പോൾ പന്തയ കുതിരയെയും വണ്ടിക്കുതിരയെയും ഒന്നിച്ചോടിച്ചാൽ പന്തയ കുതിര തന്നെയാണ് ആദ്യം എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അത് തുല്യരായിട്ടുള്ളവരെ ഒരുപോലെ പരിഗണിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തുല്യരല്ലാത്ത ആളുകളെ ഒരുപോലെ പരിഗണിക്കുന്നത് തെറ്റാണ്. അപ്പൊ തുല്യരല്ലാത്ത ആളുകളെ ഒരുപോലെ പരിഗണിക്കണം എന്നാണ് ഇവിടെ കുറെ യോഗ്യന്മാരും മാന്യന്മാരും പറഞ്ഞു നടക്കുന്നത്. അതിനെ വിപ്ലവത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ പേര് പറയും. ആ വസ്തുതയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും സമയപരിമിതി മൂലം ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ മാത്രം അധികരിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. അത് ഭരണഘടനയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അത് ഈ കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി ഭാരതത്തിൻ്റെ പാർലമെന്റിൽ ഭരണഘടനാടിസ്ഥാനമായ ഒരു ഭേദഗതി 124ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് 103ാമത് ഭേദഗതിയായി നിലവിൽ വന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അത് എന്നുള്ളത് സാധാരണ എല്ലാ ആളുകൾക്കും അറിയാം. ആ 103ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ അത്തരത്തിൽ സമാനമായ മറ്റൊരു നടപടി ഉണ്ടായി. ആ നടപടിയെക്കുറിച്ചും ഈ പൊതുസമൂഹം, ഈ ഓഡിറ്റോറിയത്തിനകത്ത് ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഓഡിറ്റോറിയത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായവും എനിക്കുണ്ട്.
അകത്തിരിക്കുന്ന ആളുകളെയും പുറത്തു നിൽക്കുന്ന ആളുകളെയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ള നാളുകൾ. അത് ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങളെ വിജയിപ്പിക്കണം, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ്. 103 ഭരണഘടനാ ഭേദഗതി ഉണ്ടായ ഉടനെ പല അവകാശവാദങ്ങളും പല മേഖലകളിൽ നിന്നും ഉണ്ടായി. ആ അവകാശവാദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിനാണ് കേരളത്തിലെ ഒരു കാര്യം കൂടി വിശദീകരിക്കുന്നത്. അത് 2017 നവംബർ മാസം 15-ാം തീയതി നടന്ന സംഭവമാണ്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിവ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമ പ്രതിനിധികളെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ മന്ത്രിസഭാ യോഗം സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പരാമർശിച്ചു. പത്രപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊരു ശക്തമായ ചോദ്യമുണ്ടാവുന്നതിന് തടയിടുന്നതിന് വേണ്ടി മുൻകൂട്ടി അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞതാണ് ഇക്കാര്യം. അപ്പൊ എന്താണ് പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ CPI-യുടെ 4 മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചു. അതാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്? CPI-യുടെ മന്ത്രിമാർ 4 പേരും അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതിന് അടിസ്ഥാനം ആ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭയിലുണ്ടായിരുന്ന ശ്രീ തോമസ് ചാണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഇരിക്കില്ല എന്നാണ് CPI മന്ത്രിമാർ പറഞ്ഞത്. അത് പറഞ്ഞതിന് കാരണം തോമസ് ചാണ്ടി എന്ന മന്ത്രി അഴിമതിക്കാരനാണ്, നീതിബോധമില്ലാത്തവനാണ്, ജനതങ്ങൾക്ക് എതിർ നിൽക്കുന്നയാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കത്ത് കൊടുത്തു. പക്ഷെ തോമസ് ചാണ്ടി ഇരുന്നു. 4 CPI മന്ത്രിമാർ ബഹിഷ്കരിച്ചു. ഇനി ആ ബഹിഷ്കരണത്തെക്കുറിച്ച് തൽക്കാലം ഞാൻ പറയുന്നില്ല. എടുത്ത ഐതിഹാസികമായ ഒരു തീരുമാനം അവിടെ വ്യാഖ്യാനിച്ചു. ഐതിഹാസികമായ തീരുമാനം എന്ന് പറഞ്ഞത്, ഞങ്ങൾ ദേവസ്വം ബോർഡിൽ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ സംവരണം ഉയർത്തുവാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ഉയർത്തുവാൻ തീരുമാനിച്ചത്? ദേവസ്വം ബോർഡുകളിൽ അഹിന്ദുക്കൾക്ക് ഉദ്യോഗം കൊടുക്കുവാൻ നിർവാഹമില്ല. കേരളത്തിലെ സംവരണം പിന്നോക്ക സമുദായങ്ങൾക്ക് പട്ടിക വിഭാഗങ്ങളടക്കം 50% 10% പട്ടികജാതി പട്ടികവർഗക്കാർക്കും 40% മറ്റ് പിന്നോക്ക സമുദായക്കാർക്കും. OBC എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 40% ഉൾക്കൊള്ളുന്നതിൽ 12% മുസ്ലിങ്ങളും 4% ലത്തീൻ കത്തോലിക്കരും 1% SIUC വിഭാഗത്തിൽപ്പെട്ടവരും 1% പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരുമാണ്. അങ്ങനെ 12, 4, 16, 17, 18% ദേവസ്വം ബോർഡിലേക്ക് അർഹരല്ലാത്ത ആളുകളായതുകൊണ്ട് ആ 18% സംവരണത്തിൽ മിച്ചമുണ്ട്. അതിൽ 3% ഈഴവ തീയ ബില്ലവർക്കും 3% അതർ ബാക്ക്വേർഡ് ഹിന്ദുസിനും 2% പട്ടിക വിഭാഗങ്ങൾക്കും നൽകുന്നു. അങ്ങനെ 3, 3, 6, 2, 8% 18 OBC വിഭാഗങ്ങൾക്കും ഒരു 10% പാവപ്പെട്ടവർക്കും നൽകുവാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പിണറായി വിജയൻ പത്രപ്രതിനിധികളോട് പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് 10% സംവരണം കൊടുക്കുവാൻ തീരുമാനിച്ചു. ഇത് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഭരണഘടനയിൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡിന് ഭരണഘടന ബാധകമല്ല, അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്, അതുകൊണ്ട് തടസ്സമില്ല എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അല്ല, മണ്ഡൽ കേസിലെ 9 അംഗ വിധിയിൽ
അത്തരത്തിൽ ഏർപ്പെടുത്തിയ നരസിംഹറാവു ഏർപ്പെടുത്തിയ 10% സംവരണം റദ്ദാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് സർക്കാർ സർവീസിലെ ഉദ്യോഗങ്ങൾക്കാണ്, ദേവസ്വം ബോർഡിന് ബാധകമല്ല എന്ന് ദേവസ്വങ്ങളുടെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, മറ്റേതോ ലോകത്താണ് എന്ന് നമ്മളൊക്കെ ധരിക്കേണ്ടി വരും. പക്ഷേ വസ്തുത ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വിധേയമായാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഒരു പ്രവർത്തനവും കഴിയില്ല. പക്ഷെ പാവപ്പെട്ടവർക്ക് 10% സംവരണം കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിനെതിരെ വർത്തമാനം പറയുവാനായിട്ട് സാമാന്യേന ഒരു മനുഷ്യർക്കും കഴിഞ്ഞില്ല. ആരെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, നിങ്ങൾ എന്താണ് ഈ പാവപ്പെട്ടവരോട് ഇത്ര ദ്രോഹകരമായി പെരുമാറുന്നത്? പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ശല്യം ചെയ്യുന്നത്? ഇത് നീതിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇത് പറയുന്നവൻ്റെ മുഖത്ത് നോക്കി അവനെ കൊഞ്ഞനം കുത്തും. ഇനി അഥവാ അത് ശരിയല്ല, ഇത് പാവപ്പെട്ടവർക്കുള്ളതല്ല, പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്കുള്ളതാണ്, ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 14, 15, 16, 17 പറയുന്നതിനകത്ത് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അധികാര സ്ഥാനങ്ങളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രം അവർക്ക് അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥയാണ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അത് കേൾക്കുവാൻ മുഖ്യമന്ത്രിയോ മന്ത്രിയോ തയ്യാറായില്ല. അതുമായി മുമ്പോട്ട് പോയപ്പോൾ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ പോലെ കേരളത്തിലെ ഒട്ടനവധി പട്ടികജാതി സംഘടനകളും മറ്റ് പിന്നോക്ക വിഭാഗക്കാരും അതിനെതിരെ ബഹളവും പ്രക്ഷോഭവും ഒക്കെ ആയിപ്പോയി. ഞാനും അതിനകത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഫോഴ്സ്മെന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചീഫ് സെക്രട്ടറിക്കും ലോ സെക്രട്ടറിക്കും ഫിനാൻസ് സെക്രട്ടറിക്കും ഒക്കെ കത്ത് കൊടുത്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞു. നിങ്ങളിത് നിർവഹിച്ചാൽ ഭരണഘടന കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണത്, വിധിക്ക് ലംഘനമാണ്, നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചപ്പോൾ ബഹുമാന്യനായ ഗവർണറെ കണ്ടു. ഗവർണർ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹം കൃത്യമായ ഒരു നോട്ടിട്ട് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. കൃത്യമായ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. നാട്ടിലാകെ ബഹളമുണ്ടായി, നാട്ടിൽ പ്രക്ഷോഭമുണ്ടായി, സെക്രട്ടേറിയറ്റുകൾക്ക് മുമ്പിൽ സമരമുണ്ടായി. ഒടുവിൽ എന്തായാലും ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബോധ്യം വന്നപ്പോൾ അവർ പുറംവാതിലിലൂടെ മറ്റൊരു നടപടി നടത്തി. ദേവസ്വം ബോർഡുകളെ കൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു വിജ്ഞാപനമാക്കി ഒരു ഉത്തരവിറക്കി 10% പാവപ്പെട്ടവർക്ക് സംവരണം രേഖപ്പെടുത്തി. ആ പാവപ്പെട്ടവർ ആരാണെന്ന് കണ്ടെത്തുവാനുള്ള ചുമതല ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് നൽകി. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇത് കണ്ടെത്തുവാനുള്ള എന്ത് കഴിവാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് തൽക്കാലം ഞാൻ അന്വേഷിക്കുന്നില്ല. കാരണം പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെയോ പിന്നോക്ക ജാതിക്കാരൻ്റെയോ പിന്നോക്കാവസ്ഥയോ ദാരിദ്ര്യമോ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗവേഷണങ്ങളും കമ്മീഷനുകളും പഠനങ്ങളും ശുപാർശകളും ഒക്കെ ആവശ്യമാണ്. പക്ഷെ ദേവസ്വം ബോർഡിലെ മുന്നോക്ക ജാതിക്കാർക്ക് പാവപ്പെട്ടവരെ കണ്ടെത്തുവാൻ വേണ്ടി ഒരന്വേഷണം വേണ്ട, ദേവസ്വം ബോർഡ് മെമ്പർ തീരുമാനിക്കും. അവിടെ നിൽക്കട്ടെ ആ വിഷയം. കാരണം ഇത് പൊതുനിരത്താണ്. പകുതി സമയം കേട്ടിട്ട് കുറേ ആളുകൾ പോകും, കുറേ ആളുകൾ കേട്ടുകൊണ്ടുമിരിക്കും. ഞാൻ ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം, കോടിയേരി ബാലകൃഷ്ണനടക്കം, രമേശ് ചെന്നിത്തലയടക്കം, കാനം രാജേന്ദ്രനടക്കം, കുമ്മനം രാജശേഖരനടക്കം, ഞാൻ ഈ പേരുകൾ പരാമർശിച്ചത് ബോധപൂർവം തന്നെയാണ്. ഈ തീരുമാനമെടുക്കുമ്പോൾ ഈ 4 നായന്മാരും തന്നെയാണ് ഈ പാർട്ടികളെയൊക്കെ നയിച്ചിരുന്നത്. എന്നിട്ട് പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായാലും, എന്നെ കേൾക്കുന്ന കോൺഗ്രസിന്റെ ആൾക്കാരായാലും, എന്നെ കേൾക്കുന്ന BJPയുടെ ആൾക്കാരായാലും, ഞാൻ ഈ ശ്രീനാരായണ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാർക്കിൽ നിന്നുകൊണ്ട് നെഞ്ചുയർത്തി തൻ്റെ അടുത്തോടുകൂടി പറയുന്നു, നിങ്ങൾ പാർട്ടി നേതാക്കൾ കള്ളത്തരം പറയുന്നത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്നതും വഞ്ചിക്കുന്നതും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ വഞ്ചനയും ചതിയും നിർത്താതെ വോട്ട് തേടി ഏതെങ്കിലും വീട്ടിലെത്തിയാൽ ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുള്ള ആളുകൾ ഈ കയറി വരുന്ന രാഷ്ട്രീയ നേതാവിനോട് പുറത്തിറങ്ങാൻ പറയണം, അല്ലെങ്കിൽ ചൂലെടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയണം. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ ശരി എന്താണെന്ന് ഞാൻ പറയാം. ഇവർ പറഞ്ഞത് കള്ളമാണ്, ഇവർ വഞ്ചിക്കുകയാണ്, ഇവർ ചതിക്കുകയാണ്. ഇവർ പാവപ്പെട്ടവർക്കല്ല സംവരണം ഏർപ്പെടുത്തിയത്, ഇവർ മുന്നോക്ക ജാതികൾക്കാണ് സംവരണം ഏർപ്പെടുത്തിയത്. മുന്നോക്ക ജാതിക്കാർക്ക് മാത്രമാണ് സംവരണം ഏർപ്പെടുത്തിയത്. ജാതി ഇല്ലാതാവണം, ജാതി നശിക്കണം, ജാതി പോയാലേ നാട് നന്നാവൂ
ഈ സംവരണമുള്ളത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത്, ജാതി സംവരണം മ്ലേച്ഛമാണ്, ജാതി സംവരണം പിൻവലിക്കണം എന്നൊക്കെ ഈ കാലം അത്രയും പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സംവരണ ഉത്തരവിറക്കിയപ്പോൾ പറഞ്ഞു, ഈ സംവരണത്തിന്റെ അവകാശം മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് എന്ന്. ഇവർ പാവപ്പെട്ടവർക്കാണ് സംവരണം അനുവദിച്ചതെങ്കിൽ ഈ രാജ്യത്തെ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾക്ക്, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഈ രാജ്യത്തെ ലത്തീൻ കത്തോലിക്കനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനൊരു അപേക്ഷ കൊടുക്കുവാനും അതിനൊരു അവസരം ഉറപ്പാക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ ഉത്തരവിൽ കൃത്യമായി പറയുന്നു, ഇത് ആർട്ടിക്കിൾ 16(4) 15(4) പരാമർശിക്കുന്ന ഏതെങ്കിലും സംവരണ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സമുദായങ്ങൾക്ക് ബാധകമല്ല, അവർക്ക് അർഹതയില്ല എന്ന്. അപ്പോൾ ഇവർ നടപ്പാക്കിയത് പാവപ്പെട്ടവരുടെ മറപിടിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, കബളിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൗശലപൂർവം മുന്നോക്ക ജാതി സംവരണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ഏർപ്പെടുത്തിയപ്പോൾ സംവരണത്തിനെതിരെ എക്കാലവും നിലകൊണ്ട നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു ഉളുപ്പും ഉണ്ടായില്ല. ജാതി വേണ്ട എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉളുപ്പും ഉണ്ടായില്ല. ഇവർ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, ഇവർ നീതിബോധമുള്ളവരാണെങ്കിൽ, ഇവർ ക്ലാസിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ, ഇവർ പാവപ്പെട്ടവർക്ക് 10% സംവരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അന്തസ്സായിരുന്നു, അത് അഭിമാനമായിരുന്നു അവർക്ക്. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല, കാരണം അധികാര പങ്കാളിത്തം അവർണർക്ക് കൊടുക്കുന്നതിനുള്ള നിയമമാണ്. പക്ഷേ ഇവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് വർത്തമാനം പറയുന്നതെങ്കിൽ, ഇവർ ജാതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ, ഇവർ പാവപ്പെട്ടവർക്ക് 10% എന്ന് പറഞ്ഞാൽ ജാതി ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഈഴവനും, ജാതി ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന പുലയനും, ജാതി ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന മുസ്ലിമും ഈ പാവപ്പെട്ടവരുടെ അവകാശം നേടിയെടുത്ത് ആ പങ്കുപറ്റുവാൻ ശ്രമിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ അതിനു കഴിയുന്നില്ല. ഇവർ ഏർപ്പെടുത്തിയത് പാവപ്പെട്ടവരുടെ സംവരണമല്ല, മുന്നോക്ക ജാതി സംവരണം തന്നെയാണ്. ഇത് തുറന്നു പറയുവാനുള്ള അന്തസ്സും ആഭിജാത്യവും ആർജവവും കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുവാൻ ഓരോ വീട്ടിലേക്കും കടന്നു ചെല്ലൂ. അങ്ങനെ അല്ലാതെ വരുന്നവരോട് ഈ ചോദ്യം ചോദിച്ച ശേഷം ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർ പറയുന്നത് സ്വീകരിച്ചോളൂ. കബളിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും അധികാരികളും ഈ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായിട്ട്. അത് തിരിച്ചറിയുവാൻ നാം വൈകിയതാണ്, അഥവാ അത് തിരിച്ചറിയുന്ന കാര്യത്തിൽ അല്പം വൈമനസ്യം കാണിച്ചതാണ്. അതല്ലെങ്കിൽ അധികാരത്തിലുള്ളവർ, രാഷ്ട്രീയ നേതാക്കൾ നമ്മെ സംരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്, അവരെ നാം വിശ്വസിച്ചത് കൊണ്ടാണ് നാം ഈ ഗതികേടിൽപ്പെട്ടത്. അതുകൊണ്ട് നാം ചതിക്കപ്പെടുകയായിരുന്നു, നാം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം നാം ആരെയും ചതിക്കരുത്, നാം ആരെയും വഞ്ചിക്കരുത്. നാം വഞ്ചിക്കപ്പെടാം. പക്ഷേ ഈ ചതിയും വഞ്ചനയും കാണിച്ച പരമയോഗ്യന്മാരുണ്ടല്ലോ, പാർട്ടിയുടെ പേരിൽ, വിപ്ലവത്തിന്റെ പേരിൽ, സോഷ്യലിസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭാരതീയതയുടെ പേരിലൊക്കെ വരുന്ന ആളുകൾ, ഇവർ പാവപ്പെട്ടവർക്കാണെങ്കിൽ അത് പാവപ്പെട്ടവർക്കായി നൽകണം. പട്ടികജാതിക്കാർക്ക് സംവരണം എന്ന് പറഞ്ഞാൽ ആദി ആന്ധ്രയിൽ തുടങ്ങി വേട്ടുവനിൽ അവസാനിക്കുന്ന 68 ജാതികൾക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അത് പുലയന് മാത്രമെന്നോ സാമ്പവന് മാത്രമെന്നോ പറയന് മാത്രമെന്നോ വേലന് മാത്രമെന്നോ മാറ്റിവെച്ചിട്ടില്ല. പട്ടികജാതി സംവരണമാണെങ്കിൽ അതെല്ലാ പട്ടികജാതിക്കാർക്കുമുണ്ട്. പട്ടിക വർഗമാണെന്നുണ്ടെങ്കിൽ പട്ടികവർഗത്തിലെ 35 വിഭാഗങ്ങൾക്കും അർഹതയുണ്ട്. OBC വിഭാഗത്തിനാണ് സംവരണമെങ്കിൽ OBC വിഭാഗത്തിലുള്ള ഈഴവർക്കും മുസ്ലിമിനും വിശ്വകർമ്മനും മാടിക വൈശ്യനും വെളുത്തടുത്ത നായർക്കും എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്. ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും മറ്റു പിന്നോക്കക്കാരനെയും മാറ്റി നിർത്തിയ ജാതി വിവേചനം നടപ്പാക്കിയ ആദ്യത്തെ ഐതിഹാസികമായ സർക്കാരാണ് ഈ പുരോഗമനത്തിന്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പുലി വെജിറ്റേറിയൻ ആണെന്നാ പറയുക, അദ്ദേഹത്തിന്റെ സിംഹം വെജിറ്റേറിയൻ ആണെന്നാ പറയുക. ഞങ്ങളുടെ പുലിയും ഞങ്ങളുടെ സിംഹവും പച്ചപ്പുല്ലും പാലും മാത്രമേ കഴിക്കത്തുള്ളൂ, പഴവർഗ്ഗങ്ങളെ കഴിക്കത്തുള്ളൂ എന്ന് നമ്മളോട് പറയുന്ന ആ യുക്തിയാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്കാണ് സംവരണം ഏർപ്പെടുത്തിയത് എന്ന് പറയുന്നത്. തൽക്കാലം ഞാൻ അതും അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി, ഇവർ നൽകിയത് എത്ര ശതമാനം സംവരണമാണ്? ഇവർ മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് നൽകിയത് 10% സംവരണമാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ കണക്കെന്താണ്? പട്ടികജാതിക്കാർ 11% പട്ടികജാതി പട്ടികവർഗക്കാർ. നമ്മൾ തൽക്കാലം അത് അടിസ്ഥാനപരമായ രേഖയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ 10%
1.something പോട്ടെ, 10% നമുക്ക് നിലനിൽക്കാം. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം മഹാനായ ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന ഉണ്ടാക്കുന്ന അന്ന് തന്നെ മനസ്സിലാക്കി, സാമാന്യ നീതി സ്വാഭാവികമായി വിതരണം ചെയ്യപ്പെടില്ല. എന്താണ് സാമാന്യ നീതി? സ്വാഭാവികമായി വിതരണം ചെയ്യപ്പെടത്തില്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. രണ്ട് കാര്യമേ പറയുന്നുള്ളൂ. നമ്മുടെയൊക്കെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കയറിയാൽ പണ്ട് സ്ത്രീകൾ അഥവാ വനിതകൾ എന്നൊരു ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 40 വർഷം മുമ്പ് ഞാൻ പള്ളിക്കൂടത്തിൽ പോയ സമയത്ത്, അല്ലെ 50 വർഷം മുമ്പ്, കൈയും തലയും പുറത്തിടരുത്, പുകവലി പാടില്ല എന്നൊരു ബോർഡും സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകൾ എന്നൊരു ബോർഡുമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരായത്. അന്ന് നമുക്ക് കേരളത്തിൽ ഒരു സർവകലാശാല ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഒട്ടനവധി സർവകലാശാല ഉണ്ടായി. സർവകലാശാലകളൊക്കെ ഉണ്ടായതിനോടൊപ്പം കാർഷിക സർവകലാശാലയുണ്ടായി, പിന്നെ ആരോഗ്യ സർവകലാശാലയുണ്ടായി, പിന്നെ എഞ്ചിനീയറിംഗ് സർവകലാശാലയുണ്ടായി, പിന്നെ സംസ്കൃത സർവകലാശാലയുണ്ടായി, പിന്നെ മലയാളം സർവകലാശാലയുണ്ടായി. അങ്ങനെ സകല സർവകലാശാലകളും വന്നു. IIT-കളുണ്ടായി, IIM-കളുണ്ടായി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകളുണ്ടായി. അങ്ങനെ നാം വിദ്യാഭ്യാസ മേഖലയിൽ റോക്കറ്റ് പോലെ ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ വിവരവും വിവേകവും ഇല്ലാതായി. പ്രായമായവൻ വണ്ടിയെ വന്നാൽ സീറ്റ് കൊടുക്കത്തില്ല, സ്ത്രീ കുഞ്ഞുമായി വന്നാൽ സീറ്റ് കൊടുക്കത്തില്ല. കാരണം എന്താണ്? നമുക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയി, വിദ്യയിലൂടെ അഭ്യാസം കൂടിപ്പോയി. പ്രായമായവർ കടന്നു വന്നാൽ സീറ്റിലിരുന്ന് കണ്ണടച്ചുടങ്ങും. അതാണ് നമ്മുടെ അഭ്യാസം. അല്ല, കൈക്കുഞ്ഞുമായ വരുന്നതെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിരിക്കും. അതും ഗർഭിണിയാ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടിരുന്ന പുറത്തോട്ട് നോക്കിയിരിക്കും. ആ വിദ്യ എന്ന അഭ്യാസം ശീലിച്ചു. അതുകൊണ്ട് ന്യായമായ നീതി സ്വാഭാവികമായി വിതരണം ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ, വിദ്യാഭ്യാസം കൂടി വന്നപ്പോൾ, പുരോഗതി കൂടി വന്നപ്പോൾ വനിതകളുടെ സ്ഥാനത്ത് വികലാംഗർ എന്നൊരു ബോർഡ് വന്നു. അത് കഴിഞ്ഞ് വൃദ്ധർ എന്നൊരു ബോർഡ് വന്നു. അത് കഴിഞ്ഞ് അമ്മയും കുഞ്ഞും എന്നൊരു ബോർഡ് വന്നു. അമ്മയും കുഞ്ഞും ബോർഡ് വന്നപ്പോൾ 50 വയസ്സുള്ള അമ്മ 25 വയസ്സുള്ള മകളോടെ കയറി അവിടെ ഇരുന്നു. ചോദിച്ചപ്പോൾ അമ്മയും കുഞ്ഞുമായിരുന്നു. അവസാനം അമ്മയും കൈക്കുഞ്ഞും എന്നുള്ള ബോർഡ് എഴുതി വെച്ചു. സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെച്ചു. ഈ നാട്ടിലാണ് 75 വർഷം മുമ്പ് മഹാനായ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചപ്പം ഇതൊക്കെ എഴുതി വെച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ വാശിയും നിർബന്ധ ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ യോഗം കൂടുന്നത് എന്നെങ്കിലും തിരിച്ചറിയുക. ഇനി ആ വിഷയത്തിലേക്കും കടന്നു വരാം. 10% തുടങ്ങിയത്. പട്ടിക വിഭാഗക്കാർ 10%. ആ ഭരണഘടനയിൽ ജനസംഖ്യാനുപാതികമായ സംവരണം പട്ടിക വിഭാഗക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ, ഈ സംവരണം എന്ന വാക്ക് കേട്ടാൽ ആരും അലോസരപ്പെടേണ്ടതില്ല. ഇത് വണ്ടി സീറ്റ് നീക്കി വെച്ച പോലെയാ. ഒരു അയോഗ്യതയുള്ള ആൾക്കാരല്ല, സ്വാഭാവികമായി സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാ. ഈ രാജ്യത്തിന്റെ ഭരണാധികാര സ്ഥാനങ്ങളിൽ, പദവികളിൽ ഇവർ കൊടുക്കില്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് മാറ്റിവെക്കപ്പെട്ട സീറ്റാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്, ഒരുത്തന്റെ ഔദാര്യമല്ല. അത് നമുക്ക് വേണം. ആ അവകാശം സ്ഥാപിക്കാനാണല്ലോ ഞാൻ കൊച്ചിയിലാണല്ലോ സംസാരിക്കുന്നത്. 140 MLA-മാരുണ്ടായിട്ടും 141 ഒരാളെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് സഭയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടുത്തെ 140 പേരും കൊള്ളാത്തോണ്ടല്ല. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്കും അധികാരത്തിന്റെ അവകാശമുണ്ടെന്നും പങ്കുണ്ടെന്നും ആ സമൂഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാ. അവരുടെ താല്പര്യങ്ങളും അവരുടെ അഭിലാഷങ്ങളും ആ സഭയിൽ പ്രകടിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. പട്ടിക വിഭാഗക്കാർക്ക് ജനസംഖ്യാനുപാതികമായി ഇന്ത്യയിൽ 22.5% സംവരണമുണ്ട്. 15% പട്ടികജാതിക്കാർക്കും 7.5% പട്ടികവർഗക്കാർക്കും. കേരളത്തിലെ ജനസംഖ്യ 8-10 അനുസരിച്ച് 10% കേരളത്തിലുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദേവസ്വം ബോർഡിൽ 10-12 ആക്കിയപ്പോൾ ഈ പുരോഗമന വിപ്ലവകാരികളോട് ഞാൻ ദയവായി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് മാത്രം വർത്തമാനം പറഞ്ഞത് കരുതരുത്. ഇത് കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും പിന്നെ ഏതെങ്കിലും പാർട്ടിയുടെ അവർക്കും ബാധക. അഹിന്ദുക്കളെ ഒഴിവാക്കിയാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ 10% പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട്. 65-നും 70-നും ഇടയ്ക്കാണ് പിന്നോക്ക സമുദായങ്ങളുടെ പങ്കാളിത്തം. കൃത്യമായ പിന്നോക്ക വിഭാഗക്കാരുടെ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. എസ്റ്റിമേറ്റ് ചെയ്തൊക്കെ കണക്കെടുക്കാനാവും. ഏകദേശം ജന്മമരണ കണക്കുകളൊക്കെ എടുത്ത ശേഷം കണക്ക് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ 65-നും 70-നും ഇടയിലുണ്ട്. തൽക്കാലം നമുക്കൊരു 65 തീരുമാനിക്കാം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു 10% കുറച്ച് തീരുമാനിക്കാം. നമ്മൾ ഈ കുറച്ച് തീരുമാനിക്കാൻ പോയതാ ഇവനൊക്കെ ഈ നെഞ്ചത്ത് കയറാൻ ഇടയായത്. ഈ രാജ്യത്തെ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒന്നും കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. എല്ലാം കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് നമ്മുടെ ചിന്ത. പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടു വന്നാൽ അവന് വെള്ളം കൊടുക്കും,
നമ്മുടെ കഞ്ഞിയില്ലല്ലോ അവൻ അരി കൊടുക്കും, നമ്മുടെ പറമ്പിൽ ഇടയില്ലല്ലോ നീ ഇവിടെ കയറി താമസിച്ചോളാൻ പറയും. പണവും സമ്പത്തുള്ള ആരും കൊടുക്കത്തില്ല, അധികാരം കൈവശ വെച്ചവൻ കൊടുക്കത്തില്ല. പക്ഷേ ഈ കൊടുക്കണമെന്നുള്ള മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ 65 10 75 തീരുമാനിച്ചത്. 80 ഉണ്ട്, 75 നിൽക്കട്ടെ. അഹിന്ദുക്കളിൽ അല്ല മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ 45% ഈഴവ, തീയ, ബില്ലവ, മലബാറിലെ തണ്ടാനടക്കം വരും. ETB റിസർവേഷൻ. മുസ്ലിം കൃത്യമായ കണക്കുണ്ട്, തർക്കം വേണ്ട, ETB ഞങ്ങൾ മാറ്റി നിർത്തിയേക്കാം. 26.7% ഉണ്ട് മുസ്ലിങ്ങൾ, കണക്ക് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈഴവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. എങ്കിലും നിങ്ങളൊരു കണക്ക് ഓർമ്മിക്കണം. കാരണം ശ്രീനാരായണ പാർക്കിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് കരുതുന്നത്. ഗുരുവിനെ ഏകദേശം ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുമാണല്ലോ അവർ. പോട്ടെ, സാരയില്ല. ആ ഈഴവർ 44% മനസ്സിലിരിക്കട്ടെ. മുസ്ലിങ്ങളുടെ ശതമാനം 26.7%. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഹിന്ദുക്കളിൽ അല്ല, അഹിന്ദുക്കളെ മാറ്റി നിർത്തിയാൽ ഹിന്ദു ജനസംഖ്യയിൽ ഈഴവ, തീയ, ബില്ലവ 45% ഉണ്ട്. പട്ടിക വിഭാഗങ്ങൾ 19% ഹിന്ദു ജനസംഖ്യയിൽ. 18 പോയിന്റ് സംതിങ് ആണ്, നമ്മൾ 18 തീരുമാനിക്കുന്നു. ഹിന്ദു ജനസംഖ്യയിൽ നായർ, നമ്പ്യാർ തുടങ്ങിയ നമ്പൂരി തുടങ്ങിയ ആൾക്കാരെ 18 പോയിന്റ് സംതിങ് ഉണ്ട്. നമുക്ക് അവർക്ക് 20% കൊടുക്കാം, കാരണം നമ്മൾ കൊടുക്കുന്ന മനോഭാവക്കാരാണല്ലോ. ഈ രാജ്യത്തെ ഹിന്ദു ജനസംഖ്യയിൽ മുന്നോക്ക ഹിന്ദുക്കൾ 20% ഉണ്ട്. പട്ടിക വിഭാഗക്കാർ 18% ഉണ്ട്. ഈഴവരും തീയരും 44% ഉണ്ട്, അല്ല 45% ഉണ്ട്. നീതിബോധമുള്ള ഭരണഘടനയെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേവസ്വം ബോർഡിൽ പട്ടിക വിഭാഗക്കാർക്ക് 10ന്റെ കൂടെ 2 കൂട്ടി കൊടുത്തിട്ട് പറ്റിക്കുകയല്ല വേണ്ടത്. 10ന്റെ കൂടെ 8 കൂട്ടി കൊടുത്തിട്ട് 18 കൊടുക്കണം. കാരണം അവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ കൊടുത്തത് 12 ഉള്ളൂ. ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമാണ്, ഏറ്റവും സമരശേഷിയുള്ള ആൾക്കാരാണ്, സംഘടിതരാണ് എന്ന് കണ്ടതുകൊണ്ട് അവർക്ക് നിലവിലുണ്ടായിരുന്ന 14ന്റെ കൂടെ ഒരു 17 കൊടുത്തു, 3 കൂട്ടി കൊടുത്തു, 17. അപ്പൊ ഇനി ആരും വഴക്കുണ്ടാക്കത്തില്ലല്ലോ. 14 17 കിട്ടി. ഞാനൊരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ സാർ, ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂട്ടി തന്ന പ്രശ്നമൊന്നുമില്ല. OBH വിഭാഗത്തിന് നിങ്ങൾക്ക് ഈ OBH വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC വിഭാഗത്തിലുള്ള ഈഴവർ ഹിന്ദുവാണ്, വിശ്വകർമ്മയർ ഹിന്ദുവാണ്, അല്ലെ നാടാര് ഹിന്ദുവാണ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാറ്റിയ ശേഷം പിന്നെയും OBC വിഭാഗത്തിൽ വിളക്കത്തിൽ നായർ, വാണിക വൈശ്യർ, അങ്ങനെ അരയർ, അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. തീവ്രരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അവർക്കും പ്രത്യേക സംവരണമുണ്ട്. വിശ്വകർമ്മയരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാത്ത ആളുകളുടെ, ഞാൻ അതിന്റെ കണക്കൊക്കെ പറയാത്ത ഈ ഹാലിൽ അത് വേണ്ട, ഒരു പൊതുസമൂഹത്തിലെ പൊതുയോഗത്തിലെ ആളുകൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. OBH 3% ഉണ്ടായിരുന്നു, അവർക്കൊരു 3 കൂടെ കൂട്ടി കൊടുത്തു, അങ്ങനെ 6%. ഇനി തട്ടിപ്പും ചതിയും തിരിച്ചറിയുക. മുന്നോക്ക ജാതിക്കാരുടെ ജനസംഖ്യ 20%. 20%കാരന് 10% കൊടുത്തു. 20%കാരന് 10% കൊടുത്തു. ആ നായരും നമ്പയാരും എല്ലാം കൂടെ കൂടിയാണ് ദേവസ്വം ബോർഡിൽ 96% ഇപ്പൊ അനുഭവിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കണക്ക് കൃത്യമായി ലഭ്യമാണ്. ആ കണക്കിൽ ഈ നായരും നമ്പാരിയും നമ്പൂരി എല്ലാം കൂടെ കൂടി 96% അനുഭവിക്കുന്ന അവരാണ്. അവരുടെ ജനസംഖ്യ 20%-ത്തിൽ താഴെയാണ്. നമ്മൾ 20 കൊടുക്കുന്നു. ആ 20%കാരനാണ് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു 10% കൂടെ കൊടുത്തേച്ച് നെഞ്ചു നിവർത്തി ഞങ്ങൾ പാവപ്പെട്ടവർ കൊടുത്തെന്ന് പറഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് കയറി നൃത്തതാണ്ഡവം നടത്തുന്നത് പാവപ്പെട്ടവന്റെ പേരും പറഞ്ഞു. അവൻ കൊടുത്ത മുന്നോക്ക ജാതിക്കാണ്. മുന്നോക്ക ജാതിക്കാരന് 20% ഉള്ളപ്പോൾ അവന് 10 കൊടുത്തു. ഇനി സമര വീര്യം കൂടുതലുള്ള SNDP-കാരുടെ ഈഴവ, തീയ, ബില്ലവ സമുദായക്കാരുടെ ജനസംഖ്യ 45%. അവന് 14ന്റെ കൂടെ 3 കൂടെ കൊടുത്തപ്പോൾ കിട്ടിയത് 17. അപ്പൊ അവന്റെ ജനസംഖ്യയുടെ 36% അവന് കിട്ടിയുള്ളൂ. നായർക്ക് അവന്റെ ജനസംഖ്യയുടെ 50% കിട്ടി. നമ്മൾ മനസ്സിലാക്കണം ഈ തട്ടിപ്പ്. ഈ തട്ടിപ്പ് പൊതുതരത്തിലോ വഴിയിലോ ഒന്നും ആരും പറയത്തില്ല. ഇത് ജാതി സംവരണമല്ല, മുന്നോക്ക ജാതി സംവരണമാണെന്ന് ഒരു യോഗ്യനും പറയത്തില്ല. ഇപ്പൊ കൊടിയും പിടിച്ചോണ്ട് ഓട്ട് തെണ്ടി വരുമല്ലോ ഈ തെണ്ടികൾ. അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, എന്നിട്ട് അന്തസ്സായി പറയടാ നിങ്ങൾ ഏർപ്പെടുത്തിയ സംവരണം മുന്നോക്ക ജാതിക്കാണെന്ന്. കള്ളനാണേലും ഉള്ളു നന്നായിരിക്കണമല്ലോ. നീ ആരെ പറ്റിക്കാനാ പാവപ്പെട്ടവരുടെ പേര് പറയുന്നത്? അവന്റെ പാവപ്പെട്ടവന്റെ കണക്ക് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം സമയം വൈകിയെങ്കിലും പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. പിന്നോക്ക ജാതിക്കാരന്റെ അതിസമ്പന്നതയാണ് മുന്നോക്ക ജാതിക്കാരന്റെ ദാരിദ്ര്യം.
പിന്നോക്ക ജാതിക്കാരന് 8 ലക്ഷം രൂപ കടന്നാൽ സമ്പന്നനായി, സംവരണയില്ല. മുന്നോക്ക ജാതിക്കാരന് 8 ലക്ഷം വരെ എത്തിയ ദരിദ്രവാസിയാ, അവന് സംവരണം. എന്ത് തോന്നിയാസാണ് ഇവന്മാർ പറയുന്നതെന്നറിയോ? ഇതിവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. അവൻ വീട്ടിലേക്ക് വരിക, അവിടെ നിൽക്കട്ടെ. 44% ഈഴവന് കേവലം 17 കൊടുത്തിട്ട് അവന് മിടുക്കനാണെന്ന് പറഞ്ഞു. SNDP-ക്കാരും ഈഴവരും ഒക്കെ കൈയടിച്ച് ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന്. പക്ഷെ അന്ന് പിണറായിക്ക് ഒരു തോന്നലുണ്ട്, അയാൾക്കറിയാം അദ്ദേഹം ബഹുമാന്യാണ്, മുഖ്യമന്ത്രിയാണ്. അല്ല കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, അല്ല CPM-ന് അറിയാം SNDP-ക്കാർ വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് 14 കൂട്ടിക്കൊടുത്ത പോലെ പ്രശ്നം ഉണ്ടായോ? ഒരു കാര്യം ചെയ്യാം, ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പൂർണ്ണകായ പ്രതിമ കൂടെ നമുക്ക് തിരുവനന്തപുരത്ത് വെക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കാം. അപ്പൊ പിന്നെ ഈ വഴക്കുണ്ടാക്കുന്ന ഒരു സമാധാനം ആയിക്കോളല്ലോ എന്ന് കരുതി അതും പ്രഖ്യാപിച്ചു. അപ്പൊ ഈഴവരടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് 14 കിട്ടിയപ്പോൾ 17 മിടുക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ മിടുക്കാണെന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വിശദീകരണം കൂടെ നടത്തിയിട്ട് ഞാൻ നേരെ കേന്ദ്ര സർക്കാരിലേക്ക് പൊക്കോളാം. 14% സംവരണം ഉണ്ടായിരുന്നപ്പോ 14% സംവരണം ഉണ്ടായിരുന്നപ്പോ സംവരണ തോത് 32% 18 ഞാൻ പറഞ്ഞ അഹിന്ദുക്കൾക്കാണ്. ആ 18 കൂടി 50 കൂടെ 68 പൊതുവിഭാഗത്തിലും 32 സംവരണ വിഭാഗത്തിലും. 32 കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് 14 കിട്ടുന്നത്. ആ 14 കിട്ടിയാൽ ഈഴവ സമുദായത്തിന് 14 ഉറപ്പാ. എന്തായാലും 14% ഉള്ളത് കൊണ്ട് 100 സീറ്റുണ്ട്, 14 ഉറപ്പാ. ആ ഈഴവ സമുദായക്കാരൻ ഏറ്റവും മിടുക്കനായി മത്സര പരീക്ഷ എഴുതി ഏറ്റവും ടോപ്പിലെത്തി എന്ന് കരുത്, അവസരമുണ്ടല്ലോ, തോപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഏറ്റവും സമർത്ഥനായി ഈഴവം മാറിയാൽ അവൻ 68 തസ്തികയും കിട്ടും, തർക്കമില്ലല്ലോ, അവസരമുണ്ട്. അപ്പൊ 68ഉം 14ഉം 82 അവസരം 14% സംവരണം ഉള്ളപ്പം ഈഴവ തീയ വില്ല വിഭാഗത്തിന് കിട്ടും. ഇനി ഈ 14 കൂട്ടി 17 ആക്കിയാൽ ഞങ്ങൾക്ക് നേട്ടമാണെന്നാണല്ലോ പറയുന്നത്. ഈ 17 ആക്കുമ്പോൾ ആ 18-ലെ 8 എടുത്ത് കൊടുത്തപ്പോഴാണ് 17 ആയത്. 3 ഇവർക്കും 3 വേറൊരു കൂട്ടർക്കും 2 അവർക്കും. അതിലെ 10 എടുത്ത് മുന്നോക്ക ജാതിക്കാർക്ക് കൊടുത്തു. അപ്പൊ അവശേഷിച്ച് പിന്നെ 50 ഉള്ളൂ. അപ്പൊ 14ഉം 3ഉം 17 ഉറപ്പായും കിട്ടും. എത്ര തലകുത്തി പരീക്ഷ എഴുതി ജയിച്ചാലും 17-ന് പുറമെ പിന്നെ കിട്ടുന്ന 50 ഉള്ളൂ. 50ഉം 17ഉം 67 മിടുക്ക്, 88 നല്ലത്. അത് ഈഴവർക്ക് എന്ത് ചെയ്യാർക്കും ആ കണക്ക് മനസ്സിലായില്ലായിരുന്നു. അത് വളരെ വൈകിയേ മനസ്സിലാവത്തുള്ളൂ. ഇത് വളരെ മനസ്സിലാവത്തുള്ളൂ എന്നുള്ളത് ഈ സവർണ്ണ ഭരണാധികാരികൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ഉണ്ടാക്കിയപ്പം 20-ന്റെ ഒരു റൊട്ടേഷൻ റോസ്റ്റർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരാളും 14%-നും 12%-നും അപ്പുറം പോകത്തില്ല. സമാനമായ കൗശലം കാണിച്ചിട്ടും ഈ വോട്ടുതണ്ടികളോടൊന്നും ചോദിക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ല. ഇനി നാളെ വരുമ്പോൾ ചോദിക്കണം നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പുരോഗമനവും വിപ്ലവമാണല്ലോ പറയുന്നത്, ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുമെന്നാണല്ലോ പറയുന്നത്, ഞങ്ങൾ സമത്വത്തിനാണല്ലോ വർത്തമാനം പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ പൂജ നടത്താനും പുഷ്പ ആരോപിക്കാനും ഒക്കെ ഹിന്ദുക്കൾക്കേ പറ്റത്തുള്ളൂ. വിചാരണയും വിശ്വാസത്തെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ആചാരങ്ങളൊക്കെ അങ്ങനെ തന്നെ നടന്നോട്ടെ. ആചാരങ്ങളൊക്കെ മാറ്റിയ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറയാൻ പോയാൽ 1 മണിക്കൂർ വേറെ വേണം. തൽക്കാലം അത് മാറ്റി വെക്കുന്നു. ദേവസ്വം ബോർഡിന് കീഴിൽ ഞാൻ കോട്ടയംകാരനാണ്. തലയോലപ്പറമ്പിൽ ഒരു കോളേജുണ്ട്, ദേവസ്വം ബോർഡ് കോളേജാണ്. കേരളവർമ്മ കോളേജ് തൃശ്ശൂരുള്ളത് സാറേ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അല്ലേ? തൃശ്ശൂരുള്ളത് ദേവസ്വം ബോർഡിന് അവിടെ കോളേജുണ്ട്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന, അതായത് എയ്ഡഡ് സ്ഥാപനങ്ങൾ, കോളേജുകളും ഹൈസ്കൂളുകളും പള്ളിക്കൂടങ്ങളും ഒക്കെ ഉണ്ട്, ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട്. ആ ദേവസ്വം ബോർഡിൻ്റെ കോളേജിലും ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒക്കെ നായരും നമ്പൂരിയും ലത്തീൻ ക്രിസ്ത്യാനിയും മുസ്ലിമും പട്ടിക പരിവർത്തന ക്രിസ്ത്യനും ഒക്കെ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു തടസ്സവും ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ കോളേജിൽ പഠിക്കുന്നതിനോ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നതിനോ അഹിന്ദുക്കൾക്ക് ഒരു തടസ്സവും ഇല്ല. എന്നാൽ ആ ദേവസ്വം ബോർഡിൻ്റെ കോളേജിലും സ്കൂളിലൂടെ ഈ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കനും മുസ്ലിങ്ങൾക്കൂടെ ഒരു ചെറിയ സംവരണം കൊടുത്തുകൂടായിരുന്നു ഈ പുരോഗമന സർക്കാരിന്? എവിടെ ചോദിച്ചാലും മുസ്ലിങ്ങളെ എല്ലായിടത്തും അണിനിരത്തുന്നുണ്ട്. ഞാൻ ജാതി പറയല്ല, ഉള്ളത് പറഞ്ഞാൽ ജാതി പറഞ്ഞാൽ ആക്ഷേപിക്കും. സത്യം പറഞ്ഞാലും ഭീകരവാദിയാണെന്ന് പറയും. ഞാനിപ്പോൾ പങ്കെടുക്കുന്ന ഒരുപാട് യോഗങ്ങളിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും ചിലപ്പോൾ ചോദിക്കും ആരുടെ മീറ്റിങ്ങിന് പോണേ? അടുത്ത ദിവസം സാർ നക്സലൈറ്റുകളുടെ മീറ്റിങ്ങിന് പോണേ. അപ്പോൾ ഇന്ന് ആരോ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, അത് നക്സലൈറ്റുകളുടെ മീറ്റിങ്ങിന് സാർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഇവൾ നെഞ്ചു പൊട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇയാൾ പോയി എവിടെയല്ല പോകുന്നത്? ഞാൻ പറഞ്ഞു ഇനി എവിടെയും പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി പറയുന്നവനെ നിങ്ങൾ ജാതി പറയുന്നു എന്ന് പറഞ്ഞ് വായടപ്പിക്കും, നീതി പറയുന്നവനെ നിങ്ങൾ ഭീകരവാദി എന്ന് പറഞ്ഞ് വായടപ്പിക്കും,
ഉള്ളത് പറയുന്നവനെ നിങ്ങൾ വർഗീയവാദി എന്ന് പറഞ്ഞ് വായടപ്പിക്കും. നിങ്ങൾ എല്ലാവരെയും വായടപ്പിച്ചേച്ചും ഇത് മുഴുവൻ അമുക്കല്ലേ ചെയ്യുന്നത്, അതവിടെ നിർത്തിക്കൂ. അത് നിർത്താനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും പറയും നിങ്ങളുള്ളത് പറഞ്ഞാൽ മതി. വരട്ടെ, ഈ ദേവസ്വം ബോർഡിൻ്റെ കോളേജിലും സ്കൂളിലും സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നിടത്ത് ഇവർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൂടെ? എന്നിട്ട് പുരോഗമനമാണെന്ന് പറയാമല്ലോ, എന്നിട്ട് വിപ്ലവമാണെന്ന് പറയാമല്ലോ. അത് ചെയ്തില്ല. തൽക്കാലം അതും അവിടെ നിൽക്കട്ടെ. ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചതിയും വഞ്ചനയും തിരിച്ചറിയുവാനായിട്ട് സാധാരണ പൗരന്മാർക്ക് കഴിയണം. മഹാനായ ഡോക്ടർ അംബേദ്കർക്ക് അത് കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയുമല്ലോ, കമ്മ്യൂണൽ അവാർഡിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടത്, ആ കമ്മ്യൂണൽ അവാർഡിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ മരണം വരെയുള്ള സമരത്തിലാണ് എത്തിച്ചത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാൽ അന്നേരം നിങ്ങൾ പറയും മഹാത്മാഗാന്ധി ആക്ഷേപിച്ചെന്ന്. മഹാത്മാഗാന്ധിയുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, തർക്കമില്ല. അത് വളരെ വിലപ്പെട്ടതാണ് എന്ന് മഹാനായ അംബേദ്കറും പറഞ്ഞു. മഹാത്മജിയുടെ വിലപ്പെട്ട ജീവന് തുല്യമാണ് ഈ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവനും. ഞാൻ അവരുടെ കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ഒടുവിൽ കോംപ്രമൈസായി, പൂനെ പാക്ട് ഉണ്ടായി. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേക സംവരണവും പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളും ഉണ്ടായി. ആ ഗതികേട് നാം ഇപ്പം തിരിച്ചറിയണം. പട്ടികജാതിക്കാർക്കെതിരായ തീരുമാനം ഉണ്ടാകുമ്പോഴും ആ തീരുമാനത്തിനൊപ്പം നിൽക്കുവാൻ ഈ പട്ടിക വിഭാഗങ്ങളിലെ MLA-മാർ അല്ലെങ്കിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളിലെ MLA-മാരും MP-മാരും നിർബന്ധിതരായിത്തീരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താ കാര്യം? ആ പട്ടികജാതി പട്ടിക പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഒരു MLA-ക്കും MP-ക്കും അവൻ്റെ ജനതയോട് അവന് കൂറില്ല, അവൻ്റെ ജനതയോട് അവന് കടപ്പാടില്ല. അവൻ്റെ കൂറും കടപ്പാടും അവൻ പാർട്ടി ടിക്കറ്റ് കൊടുത്ത തമ്പ്രാക്കന്മാർ നേതൃത്വം വഹിക്കുന്ന പാർട്ടിയോട് മാത്രമാണ് അവൻ്റെ കൂറ്. ഇവിടെ ബഹുമാന്യനായ ഗീതാനന്ദൻ ഇരിപ്പുണ്ട്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു നൽകണമെന്നാണ് കോടതി പറഞ്ഞത്. അവർക്ക് തിരിച്ചു നൽകണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. അങ്ങനെ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയപ്പോൾ എത്ര കൗശലപൂർവ്വമാണ് ആ നിയമത്തെ അട്ടിമറിച്ചതെന്നറിയുമോ? ആ പാവപ്പെട്ട അന്യാധീനപ്പെട്ട ആദിവാസികൾക്ക് ഭൂമി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് കൈവശപ്പെടുത്തിയവന് പതിച്ചു കൊടുക്കാനായിട്ട് ഈ പരമദണ്ഡികൾ തീരുമാനിച്ചു. ഗൗരിയമ്മയെ ഒഴിവാക്കുന്നു. ആ കാര്യത്തിൽ നമ്മളാരും ചോദിച്ചില്ല. എന്നിട്ട് നെഞ്ചൂക്കൂടെ വരിക, ഞാൻ പട്ടികജാതിക്കാരൻ്റെ പട്ടികവർഗക്കാരൻ്റെ പിന്നോക്കക്കാരൻ്റെ MLA ആണ് MP ആണെന്ന് പറഞ്ഞ് ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കണം. അതിനാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ നിന്ന് വരാമെന്ന് വിചാരിച്ച്. ഇന്നലെ ഞാൻ പാലക്കാട്ടായിരുന്നു. കോഴിക്കോട്ടെ മീറ്റിങ്ങിൽ സാർ പോയില്ല. SN നഗറിൽ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചാണ്. നാളെ വരും എല്ലാ പാർട്ടിക്കാരും, ചുവന്ന കൊടിയും നീലക്കൊടിയും ത്രിവർണ്ണ കൊടിയും മഞ്ഞക്കൊടിയും സകല കൊടിയായിട്ട്. സത്യം പറയിച്ചിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഇറക്കി വിടാവുള്ളൂ. അല്ലെ അടിച്ചതിനകത്ത് കയറ്റിയായിരുന്നു ബോർഡ് വെച്ചിരുന്നു. നിങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കബളിപ്പീരിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും സത്യം ചരിത്രം അവിടെ നിൽക്കട്ടെ. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, പാവപ്പെട്ടവരെന്നുള്ള വാക്ക് മാത്രം ചേർത്തുകൊണ്ട് മുന്നോക്ക ജാതിയിൽപ്പെട്ടവരെന്നുള്ളതല്ല നിങ്ങൾ ഉപയോഗിച്ച വാദം. ഏതെങ്കിലും വിധത്തിൽ സംവരണം അനുഭവിക്കുന്ന സമുദായങ്ങൾ ഒഴികെ എന്നത് ഒഴിവാക്കിയിട്ട് പാവപ്പെട്ടവരെന്ന് ചേർത്തിട്ട് നിങ്ങൾ അന്തസ്സായി പറയൂ. എന്നിട്ട് നിങ്ങൾ ഈ 10% കൊടുത്തപ്പോൾ ന്യായമായി ബാക്കിയുള്ളവൻ്റെ കൂടെ ശതമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇതുവരെ ജാതി സംവരണം മോശമാണെന്ന് പറഞ്ഞവർക്കൊക്കെ ജാതി സംവരണം ഏറ്റവും മെച്ചമായി മാറിയല്ലോ ഇരുണ്ടു വിളക്കുന്നതിന് മുമ്പ്. ഇപ്പം NSS-നും തർക്കമില്ല, CPM-നും തർക്കമില്ല. എന്താണ് സംവരണം? മുന്നോക്ക ജാതി സംവരണമാണ്. ഇത് തിരിച്ചറിയണം. അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ, അല്ലെന്ന് ഇതുപോലെ മൈക്ക് കെട്ടി പറയട്ടെ. അത് പറയുവാനുള്ള ആർജവം കാണിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനത, ഈ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ഈ രാഷ്ട്രീയ അടിമത്വത്തിനും ഈ സവർണാധിപത്യത്തിൻ്റെ കീഴിലെ വിവേചനങ്ങൾക്കും വിധേയരായി കഴിയുകയാണ്. ഞാൻ കുറ്റം പറയില്ല. കാരണം ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോമോ ദൈവതം എന്നാണ് നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത് കേട്ടാൽ അങ്ങനെ ആയിത്തീരും. രാമ 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 ഭാഗ്യമാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണനു നൽകിടാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമാന്ന് ചൊല്ലുന്നത്. നീ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, നീ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിത്തീരും. അവസാനം നമ്മളൊക്കെ
മറ്റവർക്ക് വേണ്ടി കീജെ വിളിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജയ് വിളിക്കുവാനും പാർട്ടികൾക്ക് വേണ്ടി മരിക്കുവാനും രക്തസാക്ഷി കുടീരങ്ങളിൽ പേരെഴുതി ചേർക്കപ്പെടുവാനും സെൻട്രൽ ജയിലുകളിലെ പുള്ളികളായി മാറുവാനും മാത്രമാണ്. അവിടെ 96% പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കാണ്. ഒരു തർക്കവും വേണ്ട. ഞാൻ അതും അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി 2017 നവംബർ 15 കഥ പറഞ്ഞാൽ തുടങ്ങിയത്. ഇപ്പം തന്നെ 8 മിനിറ്റ് ഞാൻ അധികം എടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഒരു യോഗം ചേർന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സംവരണം കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അവിടെ മുന്നോക്കം എന്ന് പറഞ്ഞില്ല, പാവപ്പെട്ടവരെന്നാണ് പറഞ്ഞത്. 8-ാം തീയതി രാവിലെ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു അംഗത്തിൻ്റെ. നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിരക്ഷകളോ സംവരണമോ ഏർപ്പെടുത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ആലോചന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് ഒരു എം പി ചോദിച്ചു. കൃത്യമായ മറുപടി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു ആലോചനയും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലില്ല. 8-ാം തീയതി രാവിലെ 11 മണിക്ക്. 8-ാം തീയതി 12:45 പാർലമെൻറ്റ് അംഗങ്ങൾക്കിടയിൽ ഒരു പേപ്പർ സർക്കുലേറ്റ് ചെയ്തു, ഒരു അജണ്ട പ്രത്യേകം. ഇന്നിതാ ഒരു ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന്. ജനുവരി മാസം 8-ാം തീയതി ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ലാണ് 124-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. ആ ബില്ലിലൂടെ അവർ പറയുന്നു രാജ്യത്തെ പാവപ്പെട്ടവർക്ക് 10% സംവരണം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നുവെന്ന്. ഈ 10%-ൻ്റെ കണക്ക് ആരും പറയുന്നില്ല. എവിടുന്ന ഈ 10 കിട്ടിയെന്നുള്ള കാര്യം? ഒരു 10 ഉള്ളൂ എന്നാണ് നമ്മളും പറയുന്നത്. ആ ബില്ല് 8-ാം തീയതി വെളുക്കുന്നതിന് മുമ്പ് പാസ്സാക്കി ലോകസഭ. 9-ാം തീയതി രാജ്യസഭയും പാസ്സാക്കി. ലോകസഭയിൽ എന്തായാലും 2 പേർ എതിർത്തു. കേരളത്തിൽ നിന്നുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ബഷീറും മുഹമ്മദ് ബഷീറും. അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വേറെ ഒരു OYC കൂടെ ഉണ്ട്, 3 പേര്. രാജ്യസഭയിലും ഇത് തന്നെ 9-ാം തീയതി നടന്നു. അവിടെയും ഇത് പാസ്സാക്കി. 9 പേര് എതിർത്തു. BSP അടക്കം, ജനതാദളങ്ങളടക്കം, സംഘപരിവാറുകൾ, മറ്റ് പാർട്ടികളടക്കം, കോൺഗ്രസ് അടക്കം എല്ലാവരും അതിന് അനുകൂലമായി നിന്നു. ഈ അനുകൂലമായി നിന്നതിന് പിന്നിൽ അവർ പറഞ്ഞ കാരണം, ഞങ്ങൾ ഈ മുന്നോക്ക ജാതിക്കാർക്ക് എന്തെങ്കിലും അപ്രിയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടത്തില്ല. കേവലം 20% മാത്രമുള്ള മുന്നോക്ക ജാതിക്കാരുടെ താല്പര്യമാണ് അവർ സംരക്ഷിക്കുന്നത്. ഈ 80%-ന്റെ വോട്ടിന് അത് ഞങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാ. അവരെങ്ങനെയായാലും പോകത്തില്ല. അവരെങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ. അവനൊരു കാരണവശാലും പോകത്തില്ല. ഏതെങ്കിലും പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡ് കമ്മിറ്റി കോൺഗ്രസ്സുകാരനാണെങ്കിൽ വാർഡ് കമ്മിറ്റി മെമ്പർ, പാർട്ടി CPM-ൻ്റെ ആണ് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഈ പ്രസംഗമൊക്കെ കേട്ട് എന്തെങ്കിലും വർത്തമാനം പാർട്ടി കമ്മിറ്റിയിൽ അങ്ങനെ ഉന്നയിക്കുന്ന ഒരു ലക്ഷണം കണ്ടാൽ ഉടനെ വാഴക്കൊലയിൽ ചുണ്ണാമ്പ് തൊടുന്നപോലെ അവനെ മെല്ലെ ഒന്ന് മാർക്ക് ചെയ്ത് നിർത്തും. എന്നിട്ട് അടുത്ത സമ്മേളന പരിപാടിയോ അടുത്ത യോഗമോ അടുത്ത പ്രകടനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ മുമ്പേ നിർത്തും. എന്നിട്ട് പുറകെ നിന്നുകൊണ്ട് 2 പേർ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കും. പോകുന്ന വഴിക്ക് കടയിൽ കയറി ഒരു സോഡാ കുപ്പി എടുത്ത് പൊട്ടിക്കും, അല്ലെങ്കിൽ 2 വാഴക്കൊല പഴം ഉരിയും, ഒരു കശപിശ ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, ആകെ ബഹളമാവും. പോലീസ് വരും, പ്രശ്നം ഉണ്ടാവും. ഈ ചോദ്യം ചോദിച്ച പാവപ്പെട്ട പിന്നോക്കജാതിപ്പെട്ട മെമ്പർ ഉണ്ടല്ലോ, അവനെതിരെ ഒരു പെറ്റി കേസോ അല്ലെങ്കിൽ ഒരു കേസോ FIR ഇടും പോലീസ് സ്റ്റേഷനിൽ. ആ കേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പാർട്ടി ഓഫീസിൽ പോയി ഒരു ചോദ്യം ചോദിക്കില്ല. അത് കോൺഗ്രസിലാണേലും BJP-യിലാണേലും CPM-ലാണേലും. പിന്നെ അവൻ എന്നും പാർട്ടി വിധേയനാ. അവനെ കെട്ടി ചവിട്ടി പിന്നെ ആയുഷ്കാലത്ത് അവനവൻ്റെ അപ്പനോ അമ്മയോ പങ്ങളോ സഹോദരനൊന്നും പോകത്തില്ല. കാരണം എന്താ? ഈ കേസ് കൊല്ലാപ്പൊന്ന് തീരണം. ഇങ്ങനെയാണ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇത്തിരി നേതാക്കന്മാരായാലും എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ അധികാരികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ ഒരു സംഗതിയുണ്ട്. അവരെ എടുത്ത് ഭീഷണിപ്പെടുത്തും. നിന്റെ വീട് റെയ്ഡ് ചെയ്യും, നിന്റെ വരുമാനം നോക്കും, പറ്റിക്കും. അവനെയും കൈകാര്യം ചെയ്യും. അപ്പൊ പാവപ്പെട്ട സാധാരണക്കാരായ പട്ടിക വിഭാഗ പിന്നോക്ക സമുദായ അംഗങ്ങളെ ലോക്കൽ കേസുകളിൽ ഒതുക്കും. മുകളിലെത്തുന്ന ആൾക്കാരെ എൻഫോഴ്സ്മെന്റ് കാണിച്ചു ഒതുക്കും. പിന്നെ കുശി പിന്നെ ഞങ്ങളെ ഭരിച്ചാൽ മതി, പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടി വോട്ടിട്ട് നിയമം പാസ്സാക്കിയാൽ മതി. ഈ തോന്നിയാസാണ് പാർലമെന്റിൽ നടന്നത്. ഇത് ചോദ്യം ചെയ്യാൻ പോലും സമയം കൊടുത്തില്ല. ഇത് ചർച്ച ചെയ്യാൻ പോലും അവസരം കൊടുത്തില്ല. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ അവസരം കൊടുത്തില്ല. 8-ാം തീയതി ലോകസഭ, 9-ാം തീയതി പാർലമെന്റ്, 11-ഉം 12-ഉം പ്രസിഡന്റ് ഇല്ലായിരുന്നു. 13-ാം തീയതി പ്രസിഡന്റ് ഒപ്പുവെച്ചു. 14-ാം തീയതി മിനിസ്ട്രി ഉത്തരവിറക്കി, ഗസറ്റ് വിജ്ഞാപനം നടത്തി. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ നിയമം വന്നു. എന്തൊരു സ്പീഡെന്നൊരു സിനിമയിൽ ഈ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പെണ്ണ് കാണാനായിട്ട് നല്ല വെള്ള ഷർട്ടും മുണ്ടും ഇട്ടെടുത്ത് വഴിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വണ്ടി ഓടി പാഞ്ഞങ്ങ് പോയി. അവിടെ കിടന്ന ചെളി മുഴുവൻ ഇവന്റെ ദേഹത്തേക്ക് അങ്ങ് തെറിച്ചു. ഇവൻ ചെളി കുളിച്ച് നിൽക്കുക. അന്നേരം അവൻ പറയുക, ഓ എന്തൊരു സീഡ് ഈ വണ്ടിക്കെന്ന്. ഇവന്റെ മുണ്ട ഷർട്ട് മുഴുവൻ ചെളിയായത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ. ഓ എത്ര വേഗം ഈ നിയമം ഉണ്ടാക്കിയതെന്ന്. ബാക്കിയൊന്നും അറിയുന്നില്ല. ഇവന്റെ നെഞ്ചത്ത് കയറി ഇരിക്കുകയാണെന്നുള്ളത് അറിയുന്നില്ല. പോട്ടെ, അതും അവിടെ അവസാനിപ്പിക്കുകയാണ്.
ഈ തോന്നിയാസങ്ങളൊക്കെ ചോദ്യം ചെയ്യുവാനുള്ള, ഈ നെറികേടുകളൊക്കെ ചോദ്യം ചെയ്യുവാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഈ 103-ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് ചാതുർവർണ്ണീയ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ്. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതിനാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊണ്ടത്. ആർട്ടിക്കിൾ 14 മുതൽ 17 വരെ അത് തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും സംവരണം, അത് ഞാൻ നേരത്തെ പറഞ്ഞു. സമന്മാരെ മാത്രമേ ഒന്നായി നിർത്താവുള്ളൂ, അസമന്മാരെ ഒന്നായി കണക്ക് കൂട്ടരുത് എന്ന്. ആ അവസരങ്ങളിൽ ബുദ്ധിമുട്ടുള്ള ആൾ കൂടെ കൊടുത്തിട്ട് അവരെ സമത്വത്തിൽ എത്തിക്കാനുള്ള പരിഗണനയാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. പക്ഷേ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ചാതുർവർണ്ണീയ വ്യവസ്ഥയാണ്. എന്താണ് ചാതുർവർണ്ണീയ വ്യവസ്ഥ? 4 ജാതികളുണ്ട്, അല്ലെ ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രരുമാണ്. നമ്മളൊക്കെ അതിന് താഴെ അവർണരാണല്ലോ. അവർണൻ വഴി നടക്കാൻ പാടില്ല, അവർണൻ ജോലി ചെയ്യാൻ പാടില്ല, അവർണൻ പള്ളിക്കൂടത്തിൽ പോകാൻ പാടില്ല. SNDP യോഗത്തിൻ്റെ സ്ഥാപകനായ മഹാനായ ഡോക്ടർ പൽപു 1-ാം ക്ലാസ്സോടുകൂടി വിജയിച്ചിട്ടും മെഡിക്കൽ പരിശീലനത്തിന് ഇവിടെ അവസരം കൊടുത്തില്ല. മൈസൂരിൽ പോയി 1-ാം റാങ്കോടെ LMB പരീക്ഷ പാസ്സായി വന്നു, ലൈസൻസ് മെഡിക്കൽ പ്രാക്ടീഷണർ പരീക്ഷ, ഇപ്പോഴത്തെ MBBS. ജോലി കൊടുത്തില്ല, കാരണം പിന്നോക്ക ജാതിക്കാരനായിരുന്നു, മാറ്റി നിർത്തി. അതാണ് ചാതുർവർണ്ണീയ വ്യവസ്ഥ. വിവേചനം, വഴി നടക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. 103-ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ പറഞ്ഞു ഇത് പാവപ്പെട്ടവർക്കുള്ള സംവരണമാണ്. പക്ഷേ ആർട്ടിക്കിൾ 15(4)ലും 16(4)ലും പരാമർശിക്കുന്ന സംവരണങ്ങൾക്ക് അർഹമായ ഒരു സമുദായത്തിൽപ്പെട്ടവർക്കും ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. മാറി നിൽക്കണം. വിവേചനം മാറ്റി നിർത്തണം, ഹോയ് മാറി നിൽക്കണം. ജാതി മതം വേണ്ടെന്ന് എഴുതി വെച്ച ഒരാൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. പാലക്കാട്ട് വടകര തഹസിൽദാർ എന്നെ വിളിച്ചു. സാർ, അവൻ്റെ ജാതി കോളത്തിൽ സെക്കുലർന്ന് എഴുതിയിരിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു തീയനാണോ? അവനെ ഇങ്ങനെ എഴുതത്തുള്ളല്ലോ. ശരിയായിരുന്നു. ഇപ്പം അവന് തീയെന്നാക്കി കൊടുക്കണം. ആ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായ സെക്കുലറുകാരനെങ്കിലും അപേക്ഷിക്കാൻ ഒരു അവസരം കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. കാരണം എന്താ? അവൻ ആ ജാതിക്കാരനായതുകൊണ്ട് അവന് അപേക്ഷിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ വർണ്ണവിവേചനം 1. 2, ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ കണക്ക് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്ന പഴയ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, അതിൻ്റെ പുതിയ പേര് നീതി ആയോഗ് എന്നാണ്, ബഡ്ജറ്റും പ്ലാനിങ്ങും നടത്തുന്നവരാണ്. ആ നീതി ആയോഗിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ പാവപ്പെട്ടവരിൽ 87.5% പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. 87%. നീതി ആയോഗിൻ്റെ ഔദ്യോഗിക രേഖയാണ്. ഈ ഇന്ത്യയിലെ 87% പാവപ്പെട്ടവരെയും, അല്ലെങ്കിൽ പാവപ്പെട്ടവരിൽ 87%ത്തെയും മാറ്റി നിർത്തുന്ന, അയിത്തം കൽപ്പിക്കുന്ന 103-ാം ഭരണഘടനാ ഭേദഗതിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ എന്നോ ചാതുർവർണ്ണീയ വ്യവസ്ഥാ നിയമമെന്നോ നമ്മൾ വലിയ ബോർഡ് എഴുതി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ ചാതുർവർണ്ണീയ വ്യവസ്ഥയും വിവേചനവും നടപ്പാക്കിയെന്ന ഹുങ്കുമായാണ് നിങ്ങളുടെ വോട്ട് ചോദിക്കാൻ വരുന്നത്. അവനെ ചൂലെടുത്ത് അടിക്കുകയല്ല ചെയ്യേണ്ടത്. ബാക്കി സഭ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. അവൻ തിരുത്തിയിട്ടു എന്ന് പറയട്ടെ. ഞാൻ കട്ടു, മോട്ടിച്ചു, വിശന്നിട്ടാണ്. വിശന്നിട്ട് മോട്ടിച്ച മധുവിൻ്റെ അവസ്ഥ നമുക്കറിയാം. പിന്നീട് ആരും ഉണ്ടായില്ല. വിശന്നിട്ട് മോട്ടിച്ച അറിയാം. ഇപ്പം മോട്ടിച്ചവന്മാരൊക്കെ എന്താ ചെയ്യുന്നുള്ള വേറെ കഥയുണ്ട്. ഞാൻ അതൊക്കെ വിശദീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തെ ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങളോട്, അടിച്ചമർത്തപ്പെട്ടവരോട്, അധസ്ഥിതരോട് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ചതിയും വഞ്ചനയും തന്നെയാണ് വെച്ചു പുലർത്തിയത് ഭരണാധികാരികൾ. ചതിയും വഞ്ചനയും തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ പങ്കുവച്ചത്, അല്ലെങ്കിൽ അവർ നിർവഹിച്ചത്. ഇത് ചോദ്യം ചെയ്യുവാനുള്ള ആർജവമെങ്കിലും, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ചതിയാണ്, വഞ്ചനയാണ് എന്ന് പറയുവാനുള്ള ആത്മാർത്ഥതയെങ്കിലും എൻ്റെ കേൾക്കുന്ന ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങളും സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം പറയുന്ന എല്ലാവരും, സമത്വത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വക്താക്കൾ എന്ന് പറയുന്നവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിച്ചിട്ട് പറയണം. തീർച്ചയായും അവരെ ചോദ്യം ചെയ്യുവാനും അവരോട് ചോദിക്കേണ്ട വിവരങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനുമാണ് ഇത്തരം യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യോഗം സംഘടിപ്പിച്ച സംഘാടകരോട് എൻ്റെ ഏറ്റവും ഹൃദയനിർഭരമായ അഭിനന്ദനം അറിയിക്കുകയാണ്.
എന്നെ ശ്രവിച്ചവർക്കും എന്നെ ക്ഷണിച്ചവർക്കും സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഷയിൽ നന്ദി പറയുന്നു. ഒരു 15 മിനിറ്റ് അധികമായി എടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രീ ഗീതാനന്ദൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങുകയും ചെയ്യും. അതിനുകൂടി അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുന്നു. സർ, അടുത്ത ദിവസം ഞാൻ ബാക്കി പ്രസംഗം മുഴുവൻ അവിടെ കേൾക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ അഭിവാദ്യവും അർപ്പിക്കുന്നു. ഒരു ആളെയും കുറ്റം പറയുവാനോ ഒരു ജാതിയെയും ആക്ഷേപിക്കുവാനോ ഒരു പാർട്ടിയെയും കുറ്റപ്പെടുത്തുവാനോ ഒരു പാർട്ടിയെയും വളർത്തുവാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഉള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അല്ല കള്ളത്തര പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് കുറവിലങ്ങാടിനടുത്ത് കുര്യനാടാണ്. ഞാൻ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു, പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു, ക്രിസ്ത്യൻ കൺവെർഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായിരുന്നു, BCDCയുടെ ഡയറക്ടറായിരുന്നു, അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണ കോർപ്പറേഷൻ്റെ MD ആയിരുന്നു, ആ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. നാട്ടിലാരും അറിയാത്തവനൊന്നുമല്ല. കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ജോലി നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അന്തസ്സോടുകൂടി ഈ SN നഗറിൽ നിന്ന് തന്നെയാണ് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ വരുന്നവർ ചോദിക്കണം. എന്തെങ്കിലും സംശയം തന്നെ വിളിച്ചു വെച്ചറിയാം. ഇവർക്കൊക്കെ നമ്പർ അറിയാം. താങ്ക് യു വെരി മച്ച്.